വിവേകാനന്ദ ആർട്സ് ആൻഡ് റേഡിയോ ക്ലബ്ബ്, കലാകേന്ദ്ര, വായനശാല ഇതെല്ലാം അടങ്ങുന്ന ഈ മഹനീയ പ്രസ്ഥാനത്തിൻ്റെ 44ാമത് വാർഷികം ഗ്രാമോത്സവമായി കൊണ്ടാടുമ്പോൾ ഈ ചടങ്ങിൽ അധ്യക്ഷത അലങ്കരിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ദിനേഷ് കുമാർ, ഇവിടെ സ്വാഗതം ആശംസിച്ച സെക്രട്ടറി പ്രിയങ്കരനായ അനിൽ വാസുദേവ്, ഈ വേദിക്ക് ധന്യത പകർന്നുകൊണ്ടിരിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള പ്രസന്നകുമാർ സാറ്, കവിയും സാഹിത്യ സാംസ്കാരിക പ്രവർത്തകനും ഗാനരചയിതാവും അതുപോലെ തന്നെ ജയിൽ ജീവനക്കാരനുമായിട്ടുള്ള സന്തോഷ് പെരളി അവർകൾ, ഈ മഹനീയ പ്രസ്ഥാനത്തിൻ്റെ രക്ഷാധികാരി ശ്രീകുമാർ നമ്പ്യാതിരി അവർകൾ, ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ ദിനേശ് കുമാർ, ഈ ചടങ്ങിൽ ഈ വേദിക്ക് ധന്യത പകരുന്ന പ്രിയമുള്ള സ്നേഹ പി എസ്, ശ്രീ വിനോദ് കുമാർ, ശ്രീ രവി കെ ആചാര്യ, ശ്രീ വിശാഖ് കരിമുളയ്ക്കൽ, ശ്രീ രജീഷ് രാജ്, ശ്രീ മറ്റ് ഇതിൻ്റെ പ്രവർത്തകരായിട്ടുള്ള പ്രിയപ്പെട്ടവർ, എന്നെ ഇവിടേക്ക് സജീവ് റോയൽ ആണ് എന്നെ ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചത്. പിന്നീട് ഓച്ചിറയിലെ അഭിലാഷ് പ്രയാറും എന്നോട് ഇവിടെ എത്തണമെന്ന് ആവശ്യപ്പെട്ടു. എനിക്ക് ഇവിടെ ഒട്ടേറെ സൗഹൃദങ്ങളുള്ള ഒരു പ്രദേശവുമാണ്. ഇവിടുത്തെ പ്രമുഖ അഭിഭാഷകനും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായ അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ, അതോടൊപ്പം തന്നെ സാമൂഹ്യ രംഗത്ത് ജീവകാരുണ്യ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഊട്ടുപുര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രിയപ്പെട്ട മഠത്തിൽ ഷുക്കൂർ, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ ചൂനാട് വിജയൻപിള്ള അവരുകൾ, അതോടൊപ്പം തന്നെ നന്മ വന്ന ഈ നമ്മുടെ നാട്ടിലാകെ വൃക്ഷം വ്യാപനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ സൈലു കാലിദ്, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം AM ഹാഷിർ, ജില്ലാ പഞ്ചായത്ത് അംഗം രാജീവ് കുമാർ, ശ്രീ പ്രാക്കുളം രാധാകൃഷ്ണപിള്ള അവർകൾ, നന്ദനം രാജൻ പിള്ള അവർകൾ, D തമ്പാൻ, അഷറഫ് മൗലവി, ഗ്രാമപഞ്ചായത്ത് വള്ളികുന്നത്തിൻ്റെ പ്രസിഡന്റ് വിജയ് പ്രസാദ്, വൈസ് പ്രസിഡന്റ് ഇന്ദു കൃഷ്ണ, ഇവരൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അവരോടൊപ്പം നിരവധിയായ ചടങ്ങുകളിൽ ഞാൻ ഈ പ്രദേശത്തൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. മാതൃഭൂമിയുടെ ശ്രീ ഹരികുമാറും മാധ്യമത്തിൻ്റെ പ്രഭ വള്ളിക്കുന്നവും മനോരമ അടക്കം മാധ്യമരംഗത്ത് തൻ്റെ പ്രവർത്തന മേഖലയാക്കി മാറ്റിയിട്ട കവി കൂടിയായ സുധീർ കട്ടച്ചിറ, അതോടൊപ്പം തന്നെ മാധ്യമരംഗത്തെ കായംകുളത്തെ പ്രമുഖനായ മാധ്യമപ്രവർത്തകൻ പ്രിയപ്പെട്ട ഷമീർ, അദ്ദേഹം ഞാനിവിടെ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് എന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ പ്രിയപ്പെട്ടൊരു കാരുണ്യ പ്രവർത്തകൻ ഷിയാസ് ഖാൻ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ഇപ്പം അദ്ദേഹം വിദേശത്താണ്. ഇവിടെ ഒട്ടേറെ ഒരു കാലഘട്ടത്തിൽ ഈ കോവിഡ് പ്രളയ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് സഹായ പദ്ധതികൾ ആവിഷ്കരിച്ച് ഭക്ഷ്യം വസ്ത്രമടക്കം സമ്മാനിച്ച ഷിയാസിൻ്റെ ചടങ്ങിൽ എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ സ്നേഹിതരുള്ള ഒരു പ്രദേശമാണ് വള്ളികുന്നം എന്ന് പറയുമ്പോൾ. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു പ്രദേശമാണ്. തോപ്പിൽ ഫാസി, കാമ്പിശ്ശേരി, അതിപ്രശസ്തനായ കവി പുതുശ്ശേരി രാമേന്ദ്ര സാർ അടക്കം ഒരുപാട് സമന്വിത പ്രതിഭകൾ ഈ വള്ളികുന്നം എന്ന പേരിനെ പ്രശസ്തിയുടെ ഔന്നത്യങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്.
അങ്ങനെയുള്ളിടത്ത് എത്തുമ്പോൾ നിങ്ങളെയൊക്കെ കാണുവാൻ, നിങ്ങളോടൊപ്പം ചേരുവാൻ കഴിഞ്ഞതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഈ വേദിയിലിരിക്കുന്ന വിശേഷ വ്യക്തികളടക്കം ഈ സദസ്സിലുള്ള സഹോദരീ സഹോദരന്മാർ, ഗുരുജനങ്ങൾ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവമായ സ്നേഹാദരങ്ങൾ അറിയിച്ചുകൊള്ളട്ടെ. ആദ്യം തന്നെ ഞാൻ ഒരു ദീർഘപ്രസംഗത്തിൻ്റെ സമയം ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് നിങ്ങളോട് ഒരു ക്ഷമാപണമുണ്ട്. വളരെ വൈകിയാണ് എന്നെ ക്ഷണിച്ച സമയത്തിലും ഏറെ വൈകിയാണ് ഞാനിവിടെ വന്നത്. വൈകി വരുമ്പോൾ വരാതിരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. എനിക്ക് തിരുവനന്തപുരത്ത് ഒഴിവാക്കാനാകാത്ത കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അത് അവിടെ നിന്നും എൻ്റെ ആവശ്യം തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പെട്ടെന്ന് എനിക്ക് വേണ്ട കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തിട്ട് പെട്ടെന്ന് പുറപ്പെട്ടതാണ്. വലിയ മഴ ആ പ്രദേശങ്ങളുണ്ടായിരുന്നു, യാത്രാ തടസ്സങ്ങളും ഉണ്ടായി. അപ്പം എന്നെ ഇവിടെ നിർബന്ധിച്ച് വരുത്തിയത് ശ്രീ മുഹമ്മദ് ഷമീർ, ഗാന്ധി ഭവൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. കായംകുളം കേന്ദ്രീകരിച്ച് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ യുവ ജീവകാരുണ്യ പ്രവർത്തകനായി നിലകൊള്ളുന്ന മുഹമ്മദ് ഷമീർ എനിക്ക് എൻ്റെ മകൻ അമൽരാജിൻ്റെ തുല്യമായി ഞാൻ കാണുന്നു. വലിയ കാരുണ്യ പ്രവർത്തകനാണ് ഷമീർ. എന്നെ വിളിച്ചു, യാതൊരു കാരണവശാലും വരാതിരിക്കരുത്, താമസിച്ചാലും എത്തിച്ചേരണം. അങ്ങനെയാണ് ഞാൻ ഇവിടെ വൈകിയാലും എത്തിച്ചേരാനിടയായത്. ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോഴും അധ്യക്ഷ പ്രസംഗത്തിലുമൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 44 വർഷം പൂർത്തിയാക്കുന്ന ഒരു സാംസ്കാരിക സംഘടന, അതിന് നിരവധി ശാഖകൾ അതിൻ്റെ പ്രവർത്തനങ്ങളിലുണ്ട്. കലാകാരന്മാർ ഇവിടെ വിവിധ കല പഠിപ്പിക്കുന്നുണ്ട്, ചിത്രകല പഠിപ്പിക്കുന്നുണ്ട്, നൃത്തനൃത്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ചെറിയൊരു കാര്യമല്ല. ഒരു സാമൂഹ്യ സാംസ്കാരിക സംഘടനയെ 44 വർഷം കൈമാറി കൊണ്ടുപോകുന്നു എന്നത് നിസ്സാരമായൊരു കാര്യമല്ല. തന്നെയുമല്ല, ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് പല ഇത്തരം സംഘടനകൾ അങ്ങും ഇങ്ങുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അത് പണ്ട് തുടങ്ങിയ അന്നത്തെ യുവാക്കൾ ഇപ്പം വളരെ പ്രായമായവരായി മാറിയിട്ട് അതിങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നേ ഉള്ളൂ. കൂടുതൽ സേവനം ചെയ്യാൻ കഴിയുന്നില്ല. ജനങ്ങളും ഒരു പൂർണ്ണ തോതിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്നതായി കാണുന്നില്ല. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ ആ പരിവേദനം ഇവിടെ സൂചിപ്പിച്ചു. സാമ്പത്തികമായ സപ്പോർട്ട് ചെയ്യുന്നതിൽ സമൂഹം അത്ര പ്രത്യേകമായ താല്പര്യം കാണിക്കുന്നില്ല. എന്നാൽ ഇവിടെ നടക്കുന്നത് നമുക്കൊരു നവസമൂഹം സൃഷ്ടിക്കുകയാണ്, മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. ഈ സാംസ്കാരിക സംഘടനകൾ ഏറ്റെടുത്തുള്ള ദൗത്യം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. മനുഷ്യനുണ്ട്, നമ്മളെല്ലാം രൂപം കൊണ്ട് മനുഷ്യരായി ഇരിക്കുന്നു. മനുഷ്യരാണ്, രൂപം കൊണ്ട് മനുഷ്യരാണ്. വല്ലപ്പോഴും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് മനുഷ്യത്വമാണ് നമ്മളിൽ നഷ്ടപ്പെട്ടു കൊണ്ടുപോയിരിക്കുന്നത്. മനുഷ്യൻ ഹൃദയം തുറന്ന് സംവേദിക്കുകയും ഹൃദയം കൊണ്ട് സ്നേഹിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ നിന്നും, ഒരു കൂട്ടുകുടുംബത്തിൽ നിന്നും നമ്മൾ ഇറങ്ങി നമ്മൾ ഒറ്റയ്ക്ക് കഴിയാം എന്ന ചിന്തയിലേക്ക് മാറിയിരിക്കുന്ന ഒരു കാലത്തൂടെ പോവുകയാണ്. നമുക്ക് ഇന്ന് സ്നേഹം നമ്മോട് മാത്രമാകുന്ന ഒരവസ്ഥയാണ്. കുടുംബത്തോടില്ല, സമൂഹത്തോടില്ല. നമ്മൾ സ്വാർത്ഥരായി മാറുകയാണ്. നമ്മളുടെ സുഖം, നമ്മളുടെ സന്തോഷം, നമുക്ക് ധനം വേണം, അധികാരം വേണം, ആ മോഹങ്ങളുമായിട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമുക്ക് പരസ്പരം സ്നേഹം നഷ്ടപ്പെടുകയാണ്. ആ സ്നേഹം നഷ്ടപ്പെടുന്നതിൻ്റെ തിരിച്ചറിവുകൾ അറിയുന്ന ഒരാളാണ്. ഓരോ ദിവസവും ഞാൻ സ്വന്തം മാതാപിതാക്കളെ തെരുവിലേക്ക് വലിച്ചെറിയുന്നു. ഓരോ ദിവസവും 4, 5, 6 അച്ഛനമ്മമാരെ സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലാണ് ഞാൻ ജീവിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും. ആ കുടുംബത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാനും എൻ്റെ ഭാര്യയും എന്നോടൊപ്പം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ചുള്ള യാത്രയിലായിരുന്നു. അപ്പം ഞങ്ങൾ ജീവിക്കുന്നത് മനുഷ്യൻ്റെ സ്നേഹം നഷ്ടപ്പെടുന്നതിൻ്റെ
ആ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി നാളെ നമ്മുടെ തലമുറ എങ്ങോട്ട് പോകും എന്നുള്ള പരിവേദനത്തോടു കൂടി ആണ് ഞങ്ങൾ ജീവിക്കുന്നത്. കാരണം സ്വന്തം മാതാവിനെയും പിതാവിനെയും തെരുവിലേക്ക് വലിച്ചെറിയുന്നൊരവസ്ഥ. ഇന്നെന്നെ ഏഷ്യാനെറ്റിൽ നിന്ന് വിളിച്ചു. ഞാൻ ഇത്തരം സ്ഥാപനങ്ങളെ കോർത്തിണക്കുന്ന സർക്കാരിൻ്റെ ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുന്ന സ്ഥാപനത്തിൻ്റെ മെമ്പറായി കൂടി പ്രവർത്തിക്കുക. അതുപോലെ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അധികം ആളുകൾ താമസിക്കുന്നൊരു സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ വിളിച്ചത് തൃപ്പൂണിത്തറയിൽ, നിങ്ങളൊക്കെ ന്യൂസ് കണ്ടു കാണുമായിരിക്കും, തളർന്നു കിടക്കുന്ന സംസാരശേഷിയില്ലാത്ത ഒരച്ഛനെ മകനും കുടുംബവും വാടക വീട്ടിൽ പൂട്ടിയിട്ടിട്ട് സാധനങ്ങളും സാമഗ്രികളും എല്ലാം പറക്കി അവർ പോയി. എഴുന്നേൽക്കാൻ കഴിയത്തില്ല, സംസാരിക്കാൻ കഴിയത്തില്ല. ഒന്നും അറിയാതെ കിടക്കുന്ന ഷൺമുഖൻ വയോധികനായ പിതാവിനെ പൂട്ടി ഇട്ടിട്ട് വാടക വീടും ഒഴിഞ്ഞിറങ്ങിപ്പോയിരിക്കുന്നു. ഇത് നമ്മളെ ഓരോ ദിവസവും വേദനപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന അവസ്ഥയാണ്. നാളെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ സ്ഥിതി എന്താകും? അങ്ങനെ ഉള്ള കാലഘട്ടത്തിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ സാമൂഹ്യമായും സാംസ്കാരികമായും ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇടയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, മതസംഘടനകളിൽ മതപ്രസ്ഥാനങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയമായാലും മതമായാലും ഇതൊക്കെ നമ്മളെ നയിച്ചോട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസമനുസരിച്ച് ഏത് മതത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുവാനും ഏത് ആചാരവും അനുഷ്ഠാനവും നമുക്ക് നിർവഹിക്കുവാനും ഏത് ദൈവത്തിൽ വിശ്വസിക്കുവാനും ഇനി ദൈവമില്ല എന്ന് പറയുവാനും ഒക്കെ നമുക്ക് അധികാരവും അവകാശവുമുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഭരണഘടന നമ്മളെ അത്തരത്തിൽ നിലനിർത്തുന്നുണ്ട്. അതുപോലെ ഏത് കക്ഷിയിലും നമുക്ക് പ്രവർത്തിക്കാം. നമുക്ക് ഇന്ന് നിൽക്കുന്നത് നമുക്ക് തൃപ്തികരമല്ല, മറ്റേ കക്ഷിയാണ് നല്ലതെങ്കിൽ അങ്ങോട്ട് പോകാം. ഇതിനൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു കാലമാണ്. പക്ഷെ നമുക്ക് മനുഷ്യത്വമില്ലാതെ വന്നാലോ, സഹോദര ബന്ധമില്ലാതെ വന്നാലോ ഇത് വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് ചെല്ലും. വലിയ കോടീശ്വരന്മാർ, അവരെ സംരക്ഷിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും എന്നോടൊപ്പം ഉണ്ട്. സിനിമാ രംഗത്തെ മഹാപ്രതിഭകൾ ഒന്നുമില്ലാതെ വന്ന് കഴിയുന്നുണ്ട്. അവരെ കാണുവാൻ നമ്മൾ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ തെള്ളിക്കേറിപ്പോയി കണ്ടിട്ടുണ്ട്. ജനപ്രതിനിധികൾ, സമൂഹത്തിലെ ഔന്നത്യം വഹിക്കുന്നവരൊക്കെ തന്നെ ഒറ്റപ്പെട്ടു പോവുകയാണ്. നമ്മൾ എന്താണ് അതുണ്ടാകാനെന്ന് ചിന്തിക്കണം. മതങ്ങൾ നമ്മളെ, മനുഷ്യനെ ദൈവം എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് മതങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ മനുഷ്യൻ ഒന്നിച്ച് കൂട്ടമായി ജീവിക്കാൻ, ജീവിത സന്തോഷം പങ്കിടുവാനാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. മനുഷ്യനുണ്ടായതിന് ശേഷമാണ് ഏതായാലും മതങ്ങളുണ്ടായത്, മതങ്ങളും ഉണ്ടായതിന് ശേഷമാണ് ദൈവം ഉണ്ടായത്. അത് നമുക്ക് പരിശോധിച്ചാൽ അറിയാം. മനുഷ്യനാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. അത് മനുഷ്യൻ്റെ സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ ഒരുമയ്ക്ക് വേണ്ടി ആചാര അനുഷ്ഠാനങ്ങളും ഒക്കെ അങ്ങനെയാണ് വന്നത്. അത് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ്, മനുഷ്യൻ എത്രയോ കാലത്തിന് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യൻ്റെ ആ ജീവിതവും മാനവികതയും അതുപോലെ സംസ്കാരവും എല്ലാം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മതങ്ങളും രാഷ്ട്രീയമൊക്കെ കാലാനുസൃതമായി മാറേണ്ടതാണ്. എങ്കിലും അത് മാറാതെ നിൽക്കുമ്പോൾ, നമ്മളതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ, ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് രൂപപ്പെട്ടതെന്നുള്ള ചിന്ത നമ്മളിൽ ഇല്ലാതാകുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. റേഡിയോ ക്ലബ്ബുകൾ, ഇവിടെ റേഡിയോ ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളെ തിരുവനന്തപുരത്തും ആകാശവാണിയുടെ നേതൃത്വത്തിൽ റേഡിയോ ക്ലബ്ബുകൾ ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്നു. കുട്ടികളെ നല്ല വഴിയിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു. എല്ലാ ഞായറാഴ്ചകളിൽ ബാലലോകം എന്ന ഒരു പരിപാടിയുണ്ട്.
ഞാനൊക്കെ ചെറുതായിരുന്ന കാലത്ത് ഞാൻ റേഡിയോ ക്ലബ് എൻ്റെ നാട്ടിൽ സ്ഥാപിച്ച് പ്രവർത്തിച്ച ആളാണ്. ആ റേഡിയോ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ ആഴ്ചയിലും ഏതാണ്ട് 1 മണിക്കൂറോളം നമ്മൾ ആ പരിപാടി റേഡിയോയിൽ കേൾക്കും. നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾ നമ്മൾ എഴുതി അയക്കുന്നത് അതിലൂടെ പറയും, നമ്മുടെ പ്രവർത്തനങ്ങൾ പറയും. ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് റേഡിയോ നിലയത്തിൽ പോയി ഈ കുട്ടികളുടെ പരിപാടി അവതരിപ്പിക്കാൻ അവസരം കിട്ടും. അതൊക്കെ അതൊക്കെ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. അക്കാലത്ത് ഏറ്റവും പ്രശസ്തനായിരുന്ന റേഡിയോ അമ്മാവന്മാരുണ്ട്. ചലച്ചിത്ര ലോകത്തിൽ വീരൻ എന്നറിയപ്പെട്ട ഒരു നടനുണ്ടായിരുന്നു. റേഡിയോ അമ്മാവനായിരുന്നു വീരരാഘവൻ നായർ. പിന്നീട് പി ഗംഗാധരൻ നായർ എന്നുള്ള റേഡിയോ അമ്മാവനുണ്ടായിരുന്നു. റേഡിയോയിലൂടെ ഒരു മുത്തച്ഛൻ നമ്മളോട് കുട്ടികളോട് സംവദിക്കുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞ്, നല്ല കാര്യങ്ങൾ പറഞ്ഞ്, നല്ല സന്ദേശങ്ങൾ പറയുമായിരുന്നു. അക്കാലത്ത് അപൂർവമാണ് നാട്ടുമ്പുറങ്ങളിൽ റേഡിയോ ഉള്ള വീടുകളിൽ കുട്ടികളെല്ലാം ആ സമയത്ത് ഒത്തുചേരും. എന്നിട്ട് അമ്മാവൻ തിരുവനന്തപുരത്തെ റേഡിയോ നിലയത്തിൽ നിന്ന് സംസാരിക്കുന്നത് നമ്മൾ അടുത്തിരുന്ന് കേൾക്കുകയും അതനുഭവിച്ചറിയുകയും ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. അക്കാലത്ത് റേഡിയോ പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന ആളാണ് ഞാൻ. റേഡിയോ ക്ലബ്ബുകൾ, കേരളത്തിലെ റേഡിയോ ക്ലബ്ബുകളുടെ എല്ലാം ഒരു ഓർഗനൈസേഷൻ ആകാശവാണി രൂപം നൽകിയപ്പോൾ റേഡിയോ അമ്മാവനായ പി ഗംഗാധരൻ നായർ സാറ് അതിൻ്റെ രക്ഷാധികാരിയായിരുന്നപ്പോൾ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരാളാണ്. ഒരുപാട് വർഷങ്ങൾ. ഒരു പക്ഷേ അത്തരത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടാകാം കാരുണ്യ പ്രവർത്തനത്തിലേക്ക് എനിക്ക് കടന്നു വരാൻ കഴിഞ്ഞത്. മനസ്സിൽ സമാധാനമുണ്ടാകുവാൻ, അതുപോലെ വിദ്വേഷമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുവാൻ, കഠിനമായി പരിശ്രമിക്കുവാൻ, വിളിക്കുന്നിടത്തൊക്കെ ഓടിയെത്തുവാൻ, ക്ഷമശീലിക്കുവാൻ, ഇങ്ങനെ ഒറ്റപ്പെട്ടവരെയൊക്കെ എനിക്ക് സ്വീകരിക്കുവാൻ എന്നെ പരുവപ്പെടുത്തിയത് വായനശാല, റേഡിയോ ക്ലബ്ബ്, ബാലജന സഖ്യം, ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ അത് ഞാൻ അനുഭവിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരം പ്രവർത്തനങ്ങളെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് വിടണം. നല്ല കാര്യങ്ങൾ പഠിക്കണം. നമ്മളെന്തോ ആയാലും എന്താ, നമ്മൾ എത്ര വലിയ ആളായാലും എന്താണ്, നമുക്ക് മനുഷ്യത്വമില്ല, സ്വന്തം അച്ഛനെയും നോക്കുന്നില്ല, സഹോദരങ്ങളോട് സ്നേഹം കാണിക്കുന്നില്ല, അധികാരങ്ങൾ മാത്രം മോഹിച്ച് നമ്മൾ പോവുകയാണ്. എന്താ വീണ് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? എത്ര വലിയ ആളാകട്ടെ നമ്മുടെ പുതിയ തലമുറ അത് അറിയുന്നില്ല. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ നമ്മൾ നല്ല കുട്ടികളാണ്, പഴയ കാലഘട്ടത്തിലേക്കാൾ ബുദ്ധിയുള്ളവരാണ്, അവർക്ക് കാര്യപ്രാപ്തിയുള്ളവരാണ്, അവർക്ക് ലോകത്തെ അറിയാം. ഇൻ്റർനെറ്റ് യുഗത്തിൽ പഴയ വിദ്യാഭ്യാസം നേടിയവരെയും പഴയ അനുഭവങ്ങളിലൂടെ വന്ന പ്രായമായവരുമൊക്കെ ഇന്നത്തെ 2, 3, 5 വയസ്സുള്ള കുട്ടികൾ വെല്ലുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം അവർക്ക് ഇൻ്റർനെറ്റ് സംവിധാനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ബുദ്ധി അവർക്കുണ്ട്. പക്ഷെ നമ്മൾ അവരെ മനുഷ്യത്വവും കൂടി പഠിപ്പിച്ച് മനുഷ്യരാക്കി വിടാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മൾ മാതാപിതാക്കൾ പറയും, പഠിക്കണം, പള്ളിക്കൂടത്തിൽ പോകണം, പഠിക്കണം, ഏറ്റവും കൂടുതൽ ഫീസ് അടയ്ക്കുന്ന സ്കൂളിൽ പോയി പഠിക്കണം, വന്നു കഴിഞ്ഞാൽ ട്യൂഷന് പോകണം, വേറൊരു കാര്യവും ശ്രദ്ധിക്കരുത്, പഠിക്കുക 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 പഠിക്കുക. അപ്പോൾ നമ്മൾ മനുഷ്യനെയല്ല സൃഷ്ടിക്കുന്നത്. എൻ്റെയൊക്കെ പ്രായമുള്ളവരുടെ കുട്ടിക്കാലത്ത് അന്ന് നാട്ടിൽ സമ്പത്ത് കുറവായിരുന്നു, പട്ടിണി ഉണ്ടായിരുന്നു, വിശപ്പറിയുമായിരുന്നു. ഞാനൊക്കെ എൻ്റെ പഠനകാലത്ത് ഒരു ഒറ്റ ഡ്രസ്സാണ് ഒരു വർഷത്തേക്ക്, ഒരു ജോഡി ഡ്രസ്സ്. അത് വൈകിട്ട് സ്കൂളിൽ നിന്ന് കഴുകി ഉണക്കി, അന്ന് തേപ്പ് പെട്ടികളൊന്നും പലയിടത്തും ഇല്ല, ഇന്നെല്ലാം ഇലക്ട്രിക് സംവിധാനമുണ്ട്. ചൂടുവെള്ളം ഒരു അലൂമിനിയം പാത്രത്തിൽ, ചോറ് കടിക്കുന്ന അലൂമിനിയം പാത്രത്തിൽ ചൂടുവെള്ളം വെച്ചിട്ട് ഈ തുണി മേശപ്പുറത്ത് മടക്കി വെച്ചിട്ട് ആ ചൂടുവെള്ളമുള്ള പാത്രം കൊണ്ട് വസ്ത്രം തേച്ച് ഉപയോഗിച്ചിരുന്ന കാലം. അതിൽ നിന്നെല്ലാം മാറി വന്നു. കഷ്ടതകളുണ്ടായിരുന്നു, വീട്ടിലെ ജോലികൾ ചെയ്യണമായിരുന്നു, ആടുമാടുകളുണ്ടായിരുന്നു, അതിനെ തീറ്റണം, അതിനെ പരിപാലിക്കണം,
കടകളിൽ പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരണം. വീട്ടിൽ കൃഷിപ്പണികൾ ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണം. അങ്ങനെ ഒരു തലമുറയിൽ നിന്ന് നമ്മളിന്ന് വന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ മാർക്ക് വാങ്ങിയാൽ മാത്രം മതി. നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് വേണം. അപ്പുറത്തെ കുട്ടിയേക്കാൾ മാർക്ക് വേണം. അവനേക്കാൾ വലിയ ആളാകണം. അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മളെപ്പോഴും മാറിപ്പോയി. നല്ലതാണ്, വിദ്യാഭ്യാസം വേണം. പക്ഷെ അതോടൊപ്പം തന്നെ സാമൂഹ്യ വിദ്യാഭ്യാസവും വേണം. സമൂഹത്തെക്കുറിച്ച് അറിയണം. എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന കുറച്ച് ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരുണ്ട്. അവരോട് ചില ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചാൽ ഇന്ന് പത്രത്തിൽ കണ്ട കാര്യം അവർക്കറിയത്തില്ല. പൊതുവിജ്ഞാനമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്ന്, അല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയനാണെന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്. കാരണം നമുക്ക് പൊതുവിജ്ഞാനമില്ലാതായി. നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളിനെ നമുക്കറിയാൻ വയ്യാതായി. നമുക്ക് നമ്മുടെ എതിരെ വരുന്ന ഒരാളിനെ കണ്ടാൽ നമുക്കൊന്ന് ചിരിക്കാൻ കഴിയാതായി. നമ്മുടെ യന്ത്രമായി മാറുകയാണ്. ഇത് വലിയ അപകടമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറയെ കുട്ടികളൊക്കെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നത്? വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന എന്തിനാ? അവരുടേതായ ഒരു ലോകം കണ്ടുപിടിച്ച് അവിടെ നല്ല വരുമാനം കണ്ടുപിടിച്ച് ജീവിതം നല്ലതുപോലെ അടിച്ചു പൊളിച്ച് ആസ്വദിക്കുക, എല്ലാം മറക്കുക. പലരും പോകുന്നവർ തിരിച്ചു വരുന്നില്ല, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ കുടുംബം അതെവിടെ പോയാലും തിരിച്ച് നമ്മുടെ അടുത്തേക്ക് എത്തണം. പണ്ട് പുറത്ത് തൊഴിൽ തേടി പോകുന്ന അവർ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ നാട്ടിലെത്തും. കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ ജീവിതമൊക്കെ സുരക്ഷിതമാണ്, അതിനുള്ള സമ്പാദ്യമാക്കി കഴിയുമ്പോൾ നാട്ടിലേക്ക് തിരിച്ച് മടങ്ങിയെത്തുകയാണ്. കുടുംബത്തിൻ്റെ സന്തോഷം, കുടുംബമായി ചേർന്നിരുന്ന സന്തോഷം നമുക്ക് എത്ര എടുത്താൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചെയ്യേണ്ടത് ഈ സമൂഹവുമായി ബന്ധപ്പെടുത്തണം. വലിപ്പച്ചെറുപ്പമില്ല, ജാതി വ്യത്യാസമില്ല. മനുഷ്യനാണ് ഏറ്റവും വലുത്. നമ്മുടെ ഏറ്റവും വലിയ ഈശ്വര ചിന്തയെന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മമാണ്. നമ്മൾ പ്രകടനപരമായ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടോ ദേവാലയങ്ങളിൽ പോയി നിലവിളിച്ച് ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ദൈവത്തിന് പൈസ കൊടുത്തുകൊണ്ടോ ഒന്നും അല്ല മനുഷ്യത്വം ഉണ്ടാകും. നമ്മുടെ കർമ്മത്തിലൂടെ. എല്ലാ മതങ്ങളും പറഞ്ഞതാണ്. എല്ലാ മതങ്ങളും സനാതന ധർമ്മം ഹൈന്ദവർ പറയുന്നത് മറ്റുള്ളവനെ സ്നേഹിക്കാനാണ്, മറ്റുള്ളവരെ സ്നേഹിക്കുകയാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന്നു സുഖത്തിനായി വരണം. എനിക്ക് സുഖമായി അല്ലെങ്കിൽ എൻ്റെ സന്തോഷം എനിക്ക് മാത്രമല്ല മറ്റൊരാൾക്ക് കൂടി, അടുത്ത വീട്ടുകാർക്ക് കൂടി സന്തോഷമാണ്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അതിലപ്പുറം വേറെ എന്തോ? നിന്നെ സ്നേഹിക്കുന്ന പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ ഉള്ള കുടുംബാംഗങ്ങൾ പോലും അയൽക്കാർ പോലുമല്ല, എത്രയോ അകന്നിരിക്കുകയാണ്. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ ഈ 4 പേരും ഒന്നിച്ച് അവർ പരസ്പരം സന്തോഷം പങ്കിടുന്ന മുഹൂർത്തങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ അത്തരത്തിൽ സ്നേഹിക്കാൻ പഠിക്കണം. കാരുണ്യത്തിൻ്റെ സന്ദേശമാണ് ഇസ്ലാം മതം സമ്മാനിച്ചത്. നിന്റെ ദൈവം അല്ലെങ്കിൽ നിന്റെ എല്ലാം അമ്മയുടെ കാൽപാദങ്ങളാണ്. അമ്മയുടെ കാൽപാദത്തിനടിയിലാണ് നിന്റെ സ്വർഗം. എത്ര പേര് പാലിക്കുന്നുണ്ട്? നമുക്ക് സ്വർഗത്ത് പോകണം, നമുക്ക് വലിയ ആളാകണം, അഹംഭാവം കാണിക്കണം, മറ്റുള്ളവരോട് ഒരു ഹൃദയപൂർവ്വമായി പെരുമാറാൻ, നമുക്ക് ഒന്ന് ചിരിക്കാൻ, പ്രയാസപ്പെടുന്നവനെ ഒന്ന് തലോടാൻ കഴിയാത്തൊരു തരത്തിലേക്ക് നമ്മുടെ മിടുക്കരും ബുദ്ധിയുള്ളവരുമായ പുതിയ തലമുറയെ മാറ്റാതിരിക്കണം നമുക്ക്. അതിന് ഇത്തരം കൂട്ടായ്മകൾ. ഇവിടെ ഞാൻ കണ്ടത് ചെറുപ്പക്കാർ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നു. അതൊരു വലിയ കാഴ്ചയാണ്.
കാരണം ഇത്തരം കാര്യങ്ങളിലേക്ക് വരാതെ നമുക്ക് എന്ത് നേട്ടമുണ്ടാകും എന്ന് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുറച്ച് ചെറുപ്പക്കാർ കൂടി നിന്നുകൊണ്ട് 44 വർഷമായി ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് അഭിനന്ദനീയമാണ്. ഞാൻ നിങ്ങളെ ഹൃദയം കൊണ്ട് ആദരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പ്രയത്നിക്കുക, എല്ലാവരെയും ചേർത്ത് നിർത്തുക. അത് ദൈവത്തിനെ വിശ്വസിക്കുന്നവരും ദൈവം ഇല്ലെന്ന് പറയുന്നവരെയും ചേർത്ത് നിൽക്കുക. ശ്രീനാരായണ ഗുരു പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അപ്പോൾ എല്ലാവരും അംഗീകരിച്ചു. സഹോദരൻ അയ്യപ്പൻ എന്ന ഒരു നിരീശ്വരവാദി ഗുരുവിൻ്റെ ശിഷ്യനാണ്. ചെന്ന് ചോദിച്ചു, സ്വാമി, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ഗുരു ചോദിച്ചത്, ഇല്ലാത്ത ഒന്ന് ആണ് ദൈവമെന്ന് അയ്യപ്പൻ കരുതുന്നു. അയ്യപ്പൻ അതെന്തിനാ വേണ്ടെന്ന് പറയുന്നത്? ഇല്ലാത്ത ഒന്നിനെ വേണ്ട എന്ന് പറയേണ്ട കാര്യം എന്തോ? അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുക. നമ്മൾ മനുഷ്യത്വത്തെ വിശ്വസിക്കുക, മനുഷ്യനെ സഹായിക്കുക. അത്തരത്തിലേക്ക് മാറുന്ന സന്ദർഭം ഒരുക്കുന്നതായിരിക്കണം ഇത്തരം പ്രസ്ഥാനങ്ങൾ. നമ്മുടെ കുട്ടികളൊക്കെ വിജയിച്ചവരുണ്ട് ഇവിടെ. ഒരുപാട് പേർ വിജയിക്കുന്നൊരു കാലമാണ്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു വിഷയം പാസ്സാകണമെങ്കിൽ വളരെ പാടായിരുന്നു, വളരെ പാടാണ്. ഇപ്പം അന്ന് 50%, 55%, 60% ഒക്കെയാണ് SSLC പാസ്സാകുന്നത്. ഇപ്പം 99% മേളിലായി ഇന്ന് വിജയം വന്നിരിക്കുന്നു. എല്ലാവർക്കും വിജയിക്കാം. തോൽക്കുന്നവരുമുണ്ട്, റാങ്ക് കിട്ടുന്നവരുമുണ്ട്. അതൊന്നും നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല. ഞാനൊരു കോട്ടിങ് വായിച്ച്, ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ് ബിൽ ഗേറ്റ്. അദ്ദേഹത്തിന് ഇല്ലാത്ത വ്യവസായ സംരംഭങ്ങളില്ല. എത്രയോ കോടി, അതിൻ്റെ വലിയ ഭാഗം അദ്ദേഹം ചാരിറ്റിക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാനും എൻ്റെ കൂട്ടുകാരനും ഞങ്ങൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചു. അവൻ റാങ്ക് നേടി, ഞാൻ കഷ്ടിച്ച് ജയിച്ചു. റാങ്ക് നേടിയവൻ ഇപ്പോൾ ലക്ഷക്കണക്കിന് ശമ്പളം പറ്റുന്ന ജോലിയിലാണ്. എന്നാൽ ഞാൻ അവന് ജോലി കൊടുക്കുന്ന തൊഴിലുടമയായി നിലകൊള്ളുകയാണ്. എന്നുവെച്ചാൽ പഠിത്തത്തിൽ മാർക്ക് കുറഞ്ഞാലും ശരി, മാർക്ക് കൂടിയാലും ശരി, അതല്ല പ്രാധാന്യം. മാർക്ക് കൂടുക എന്നുള്ളതല്ല, വിജയിക്കണം. വിജയിക്കുന്നതോടൊപ്പം തന്നെ അവൻ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച് മുന്നേറണം. മാർക്ക് കുറഞ്ഞ ആൾ തൊഴിലുടമയായി ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന സുഹൃത്തിന് ശമ്പളം കൊടുക്കത്തക്ക തരത്തിലേക്ക് മാറിയിരിക്കുന്നത് അതാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ കൂടുതൽ ഉദ്ധരണിക്കാതെ അവൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച്, അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അവരെ പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. മാതാപിതാ, ഗുരു, ദൈവം, ഈ സന്ദേശം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യണമെന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നമ്മുടെ ഭാരതം മതേതര രാഷ്ട്രമാണ്. ഏത് മതത്തിലും ആർക്കും വിശ്വസിക്കാൻ, എല്ലാവർക്കും തുല്യതയുള്ള രാജ്യത്താണ് നമ്മൾ കഴിയുന്നത്. അതുകൊണ്ട് മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിച്ച സത്യവും ധർമ്മവും ദയയും അഹിംസയും മതേതരത്വവും നിങ്ങളും നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണം. നമ്മളും അത് ഉയർത്തിപ്പിടിക്കണം. നമുക്കറിയാമല്ലോ, ചൂട് സഹിക്കാൻ പറ്റാത്തൊരു കാലത്ത് നമ്മൾ പോവുകയാണ്. ഒരുപാട് പ്രകൃതി ചിലപ്പോൾ നമ്മളോട് ക്രൂരമായി പെരുമാറുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കാത്തത് കൊണ്ടാണ്. പ്രകൃതിയെ സ്നേഹിക്കണം, പ്രകൃതിയെ സംരക്ഷിക്കണം. മാലിന്യങ്ങളില്ലാത്ത ഒരു ദേശം നമുക്ക് വേണം. അതിനെല്ലാം വേണ്ടി നമ്മൾ പുതിയ തലമുറയെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ അധികം നീട്ടി സംസാരിക്കുന്നില്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട പ്രസന്നകുമാർ സാറിനെ വീണ്ടും ഒരിക്കൽ കൂടി എനിക്ക് കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ ഒരു തവണ ഇവിടെ പാവപ്പെട്ട ഒരമ്മയ്ക്ക് ഒരു വീട് അവർ പ്ലാസ്റ്റിക് കെട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞിരുന്നതാണ്. ഞാൻ അവിടെ പോയി കണ്ടതാണ്. അവർക്ക് മനോഹരമായ ഒരു വീട് ഊട്ടുപുരയുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത്
ഞാൻ സഹോദരനായി കാണുന്ന മഠത്തിൽ ഷുക്കൂറിൻ്റെയും ടീമിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ആ വീടിൻ്റെ താക്കോൽദാന ചടങ്ങിൽ എത്തിയപ്പോൾ ആ ചടങ്ങിൽ പ്രിയപ്പെട്ട പ്രസന്ന ഉമർ സാറിനെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സമ്മാനം നൽകുവാൻ എന്നെയാണ് ചുമതലപ്പെടുത്തിയത്. ഇപ്പോഴിവിടെ വന്നപ്പോൾ അദ്ദേഹം ഇവിടെയും ഇരിക്കുന്നു. അപ്പോൾ ഈ നാട്ടിൽ ആദരവുകൾ സ്വീകരിക്കാൻ അർഹരായവരുണ്ട്. അദ്ദേഹത്തിന് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ഓർത്തത് അദ്ദേഹത്തിൻ്റെ ഒരു ടീമുമുണ്ട്. മാവേലിക്കരയിൽ ജോയിൻ്റ് RTO ആയിരിക്കുന്ന ശ്രീ MG മനോജ് എൻ്റെ സുഹൃത്താണ്. എൻ്റെ മാത്രമല്ല, ഇവിടെയുള്ള ഷമീറിൻ്റെയൊക്കെ സുഹൃത്താണ്. അദ്ദേഹം ഗാന്ധിഭവൻ്റെ പ്രവർത്തകനാണ്. ചെങ്ങന്നൂർ പുലിയൂരിൽ പ്രവർത്തിക്കുന്ന ഗാന്ധിഭവൻ ദേവാലയം എന്ന് പറയുന്ന വയോജനങ്ങൾ പാർക്കുന്നൊരു സ്ഥാപനമുണ്ട്. അതിൻ്റെ മാനേജിങ് കമ്മിറ്റിയുടെ ചെയർമാനാണ് MG മനോജ്. അദ്ദേഹത്തെ നിങ്ങളെല്ലാം ഈ അടുത്ത സമയത്ത് കൂടുതൽ ശ്രദ്ധിച്ച് കാണും. ഒരു പ്രത്യേകതയുള്ള മനുഷ്യനാണ്. ഇത് ഈയിടയ്ക്ക് ശ്രദ്ധിച്ചത്, ഇവിടെ കായംകുളം റൂട്ടിൽ കുറച്ച് യുവാക്കൾ ഒരു കല്യാണത്തിന് പോയിട്ട് കാറിൻ്റെ ഡോറൊക്കെ തുറന്ന് വണ്ടി ഓടുമ്പോഴും നൃത്തം ചെയ്ത് ആടിപ്പാടി വന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടു MG മനോജിൻ്റെ സാറും ഒക്കെ ആ ടീമിലാണ്. മനോജിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവരെ പിടികൂടിയിട്ട് അവർക്കൊരു ശിക്ഷ കൊടുത്തു. നമ്മുടെ ചരിത്രത്തിൽ ആദ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളെ സേവന ചികിത്സ, ഒരാഴ്ച നിങ്ങൾക്ക് സേവന ചികിത്സ, അത് 4 ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ വാർഡിൽ അപകടം പറ്റി ഒടിവും ചതവും മുറിവുമായി കിടക്കുന്ന രോഗികൾ കിടക്കുന്ന ആ വാർഡിൽ പോയി 3 ദിവസം അവരെ ശുശ്രൂഷിക്കണം. 4 ദിവസം. പിന്നീടുള്ള 3 ദിവസം പത്തനാപുരത്തെ ഗാന്ധി ഭവനിലെത്തി അവിടുത്തെ രോഗികളെ പരിചരിക്കണം. അവർ 4 ദിവസത്തെ ആലപ്പുഴയിലെ സേവന ചികിത്സയെല്ലാം കഴിഞ്ഞു. ഗാന്ധി ഭവനിൽ കഴിഞ്ഞ ദിവസം വന്നു. തിങ്കളാഴ്ച മുതൽ വരുമെന്ന് അവരെ അറിയിച്ചു. വളരെ നല്ലൊരു കാര്യമാണ്. കാരണം മനുഷ്യൻ്റെ വേദന അറിയട്ടെ. റോഡിലൂടെ അമിത വേഗത്തിൽ അല്ലെങ്കിൽ ആസക്തമായ രീതിയിൽ അഹങ്കാരത്തോടു കൂടി പെരുമാറുന്നവർ, അവർ പഠിക്കട്ടെ ഒരു അപകടമുണ്ടായതിനെ തുടർന്ന് ഉണ്ടാകുന്ന മനുഷ്യൻ്റെ അവസ്ഥ. അഗതികളായിപ്പോയാൽ, അനാഥരായിപ്പോയാൽ അവർ വസിക്കുന്നിടത്ത് പോയി അവരെ ശുശ്രൂഷിക്കട്ടെ. അത് വലിയ ഒരു സന്തോഷകരമായ അനുഭവമാണ്. വിചിത്രമായ രീതികളുള്ള, എവിടെ തിന്മ കണ്ടാലും അതിനെ പ്രതിരോധിക്കുന്ന, അത് നയപരമായി ഇത്തരത്തിലുള്ള പ്രതിരോധം നടത്തുന്ന, താൻ എത്തുന്ന ഇടത്തെല്ലാമുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ വിളിച്ചുകൂട്ടി അവരുടെ ഒരു സംഘമുണ്ടാക്കി അവരെ കൊണ്ട് ചാരിറ്റി ചെയ്യിക്കുന്ന, മദ്യപാനികളായ ലഹരി ഉപയോഗിക്കുന്ന ആട്ടോക്കാരെ അതിൽ നിന്ന് മാറ്റിയെടുക്കുന്ന ശ്രീ MG മനോജ്, അദ്ദേഹത്തോടൊപ്പമാണ് പ്രസന്നകുമാർ സാറ് സേവനമനുഷ്ഠിക്കുന്നത്. ഇപ്പം മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യമെന്ന് പറയുന്നത് പോലെ ആ സൗരഭ്യമേറ്റ പ്രസന്നകുമാർ സാറിനെ ഈ വേദിയിൽ കണ്ടപ്പോൾ എനിക്കേറെ സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ട ശ്രീ സന്തോഷ് പെരളി, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുടുംബാംഗമാണത്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ശശീന്ദ്രൻ ചേട്ടൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മകളുടെ ജീവിതവും കാളിയാണ്. അദ്ദേഹം ഗാനം, സംഗീതം, കഥ, തിരക്കഥ ഇതൊക്കെ എഴുതുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തെ ഇവിടെ കാണാൻ കഴിഞ്ഞത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പ്രിയപ്പെട്ട നിങ്ങളുടെ പരിപാടികളൊക്കെ വാർത്തയാക്കും എന്ന് കരുതുന്നു. മീഡിയ പ്രവർത്തകനായിട്ടുള്ള പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ ഷമീർ, അങ്ങനെ എല്ലാവരെയും കാണുന്ന ഈ അവസ്ഥയിൽ വളരെ അധികം സന്തോഷത്തോടു കൂടി ഞാൻ ഈ ചടങ്ങിൻ്റെ, നിങ്ങളുടെ ഈ 44-ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനം നമ്മളുടെ എല്ലാവരുടെയും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നിർവഹിച്ചത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.